ഹലോ ഫ്രണ്ട്സ്, സോണൽ സജിത്ത് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കുറച്ചാലും മുമ്പേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ഇയർഫോണിൻ്റെ വൺ സൈഡ് കംപ്ലൈൻറ്റ് വന്നത് എങ്ങനെ റിപ്പയർ ചെയ്തെടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതേപോലെ മേലെ ഐക്കാർഡിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ കുറേ റിക്വസ്റ്റ് വന്നിരുന്നു, അതായത് ഇയർഫോണിൻ്റെ മൈക്ക് റിപ്പയർ ചെയ്യുന്നതിൻ്റെ വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഇതേപോലത്തെ ഒരു ഇയർഫോണിൻ്റെ മൈക്ക് റിപ്പയർ ചെയ്തെടുക്കാമെന്നാണ്. അപ്പോൾ ഈ ഒരു ഇയർഫോണിൻ്റെ മൈക്ക് കംപ്ലൈൻറ്റ് ആവാനായിട്ട് 4 റീസണാണ് ഉള്ളത്. ഒന്നാമത്തെ റീസൺ എന്ന് വെച്ചാൽ ഈ ഒരു ബോർഡിന് എന്തെങ്കിലും ലൂസ് കോൺടാക്റ്റ്. രണ്ടാമത്തെന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു വയറിൽ എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുക. മൂന്നാമത്തെന്ന് വെച്ചാൽ ഈ ഒരു പിന്നിൽ കണക്ഷൻ കട്ടാവുക. പിന്നെ നാലാമത്തെന്ന് വെച്ചാൽ ഈ ഒരു മൈക്ക് ഡാമേജ് ആയി പോവുക, അതായത് അടിച്ചു പോവുക. അപ്പോൾ പക്ഷേ ഒരു റെയർ കേസാണ്, അധികം ഈ ഒരു 3 കേസാണ് സംഭവിക്കാറ്. ഈ ഒരു മൈക്ക് ഡാമേജ് ആവുന്നത് റെയർ ആയിട്ടുള്ള കേസാണ്. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെ റിപ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ബോർഡ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അതിനായിട്ട് ഇതേപോലത്തെ ബ്ലേഡായിട്ട് യൂസ് ചെയ്തിട്ട് ഈ ഒരു ഗ്യാപ്പിന് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഓപ്പൺ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ വയർ ലൂസ് കോൺടാക്റ്റൊന്നും സംഭവിച്ചില്ല. ഈ ഒരു റെഡ് വയറാണ് മൈക്കിൻ്റെ വയർ. ഇവിടെ M എന്ന് എഴുതിയിട്ടുണ്ടാവും ആ ഒരു കണക്ഷന്. അപ്പോൾ അധികം കംപ്ലൈൻറ്റ് വരാനില്ല, ഒന്നെങ്കിൽ ഈ വയറിലോ അല്ലെങ്കിൽ ഈ ഒരു പിന്നിൻ്റെ അവിടെയാണ്. അപ്പം വയറിൽ നോക്കുമ്പോൾ വയറിൽ വേറെ ഡാമേജും കാര്യങ്ങളൊന്നുമില്ല, ഓക്കെ ആയിട്ടുള്ളൊരു വയർ തന്നെയാണ്. അപ്പോൾ പിന്നെ പിന്നിലാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് കണ്ടിന്യൂറ്റി നോക്കാം. ഈ ഒരു വയറിലേക്കുള്ള ഈ ഒരു പിന്നിലേക്കുള്ള കണ്ടിന്യൂറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു പിന്നിലേക്ക് കണ്ടിന്യൂറ്റി ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു മൾട്ടിമീറ്റർ എടുത്തിട്ടുണ്ട്, അത് കണ്ടിന്യൂറ്റി മോഡിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യാനായി ഈ കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്യാനായിട്ട് മൾട്ടിമീറ്റർ വേണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് തന്നെ ഒരു കണ്ടിന്യൂറ്റി ടെസ്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും. ഒരു LED ഒരു ബാറ്ററി യൂസ് ചെയ്തിട്ട് കുറച്ച് വയർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂറ്റി ടെസ്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിനി ഇത് ചെക്ക് ചെയ്യാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പ്രോബ് എടുത്തിട്ട് ഈ ഒരു M എന്ന് പറഞ്ഞ ഇൻഡിക്കേറ്റ് ചെയ്ത് അവിടെ കണക്ട് ചെയ്ത് കൊടുക്കുക. M എന്ന് പറയുന്ന മൈക്കാണ്, അത് റെഡ് വയറായിരിക്കും അതിന് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അവിടെ കണക്ട് ചെയ്ത് കൊടുക്കുക. കണക്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് വെറുതെ ടച്ച് ചെയ്ത് നോക്കുക. അതെന്നു വെച്ചാൽ ആ ഒരു പിന്നിൻ്റെ അവിടെ കറക്റ്റായിട്ട് ഈ ഒരു പ്രോബ് കണക്ട് ചെയ്തതിനോ എന്ന് നോക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതേപോലെ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബ്ലാക്ക് പ്രോബ് ഇവിടെ കറക്റ്റായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പിന്നിലേക്ക് ഓരോന്നിൽ വെച്ച് നോക്കാം. അപ്പോൾ ആദ്യത്തേലില്ല, രണ്ടാമത്തേലും ഇല്ല, മൂന്നാമത്തേലും ഇല്ല, നാലാമത്തേലും ഇല്ല. അപ്പോൾ ഈ 4 ഇതിലും കണക്ഷൻ വരുന്നത്, കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല. അപ്പം കംപ്ലൈൻറ്റ് ഇവിടെ തന്നെയാണ്. വയറിലാവാൻ ചാൻസ് ഇല്ല, കാരണം വയറൊന്നും ഡാമേജ് ആയിട്ട് കാണുന്നില്ല. അപ്പോൾ അധികം ചാൻസ് ഇവിടെ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കണക്ഷൻ ലോസ് ആയിനോ കണക്ഷൻ കട്ടായിനോ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഈ ഒരു പിന്നിൻ്റെ ഈ ഒരു റബ്ബർ ഓപ്പൺ ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ബെൻഡ് ചെയ്തെടുക്കുക. ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് ചില ഇയർഫോണിന് മാത്രമേ ഇതേപോലെ പെട്ടെന്ന് നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കൂ. ബോട്ടിൻ്റെ അല്ലാന്നെങ്കിൽ ചില സമയം കട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ എല്ലാ വയറും ഇന്ന് കട്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാ വയറും കട്ടായിട്ടുണ്ടാവില്ല, അത് ഞാൻ വലിച്ചപ്പം കട്ടായതായിരിക്കും. അപ്പോൾ ഇനി ചെയ്യാനില്ലെന്ന് വെച്ചാൽ ഈ ഒരു വയർ നമുക്കിൽ നിന്ന് വലിക്കാം. ഓക്കെ, അപ്പോൾ വയർ ഇവിടുന്ന് കട്ടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഫ്രഷ് ആയിട്ട് ഇതെല്ലാം സോൾഡർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വയർ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഈ ഒരു ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ ഹോളില്ല, അപ്പോൾ നമുക്കൊന്ന് സ്ക്രൂ ഡ്രൈവർ ഒന്നും യൂസ് ചെയ്തിട്ട് ഒരു ഹോളാക്കി കൊടുക്കാം. അതിനുശേഷം ഈ ഒരു വയർ കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ഇട്ടിട്ട് കറക്റ്റായിട്ട് സോൾഡർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലൊന്ന് ഹോളാക്കി കൊടുക്കണം. അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഹോളാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഹോളാക്കിയെന്ന് വെച്ചാൽ ഇതേപോലത്തെ ഒരു കമ്പി ചൂടാക്കിയിട്ട് ഇതേപോലെ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തതാണ്. ഇതേപോലെ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ടാണ് ഇത് ഹോളാക്കി എടുത്തത്. ഇതാകുമ്പോൾ പെട്ടെന്ന് ഹോളായി കിട്ടും. ഇനി നമുക്കിതിലേക്ക് നമ്മളെ വയർ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ വയർ ഇവിടെ പുറത്തേക്ക് കിട്ടി. ഇനി നമുക്ക് ഈ ഒരു ഇൻസുലേഷൻ കട്ട് ചെയ്തെടുക്കണം. ഇത്ര ഭാഗത്തേക്കുള്ള ഒരു ഇൻസുലേഷൻ നമുക്ക് കട്ട് ചെയ്യാം. അതായത് ഈ പുറത്തത്തെ ഈ ഒരു റബ്ബർ നമുക്ക് കട്ട് ചെയ്യണം. അതിൻ്റെ ഉള്ളിലത്തെ 4 വയറുണ്ടാവും, അത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ബ്ലേഡായിട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻസുലേഷൻ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 4 വയർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു 4 വയറിൽ ഇൻസുലേഷൻ കളയാനുണ്ട്. ഈ ഒരു കളർ കാണുന്നില്ല, അതൊരു ഇൻസുലേഷനാണ്. അപ്പോൾ നമുക്കത് കളയണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇൻസുലേഷൻ എങ്ങനെ കളയേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലത്തെ ഒരു ലൈറ്റർ യൂസ് ചെയ്തിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുക. അപ്പോൾ ചൂടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ചൂടാക്കുമ്പോൾ പെട്ടെന്ന് ഇത് കത്തിപ്പോകാൻ, ഫുള്ളായിട്ട് കത്തിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് ഇൻസുലേഷൻ പോകും. അപ്പോൾ പെട്ടെന്ന് ഇവിടെ കത്തുമ്പോൾ തന്നെ നമ്മൾ വേഗം എടുക്കണം, അല്ലെങ്കിൽ ഫുള്ളായിട്ട് അത് കത്തും.
അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടുത്തെ കോട്ടിങ് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നിങ്ങൾ ബ്ലേഡോ അല്ല സാൻഡ് പേപ്പറോ യൂസ് ചെയ്തിട്ട് ഇവിടെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ അത് നല്ല രീതിയിൽ നീറ്റാവും, നല്ല സോൾഡറിങ് നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വയറിൻ്റെ ഇൻസുലേഷൻ ഫുള്ളായിട്ട് കളയാം. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ തന്നെ ബ്ലേഡ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കുക. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് സോൾഡർ ചെയ്യാൻ സാധിക്കും, നല്ല നീറ്റായിട്ട് സോൾഡർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇൻസുലേഷനിൽ നല്ല രീതിയിൽ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് സോൾഡർ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഈ ഒരു പിന്നിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ മേലെ നിന്ന് ഫസ്റ്റ് പിന്നെന്ന് വെച്ചാൽ ലെഫ്റ്റ്, രണ്ടാമത്തെ റൈറ്റ്, പിന്നെ ഗ്രൗണ്ട്, പിന്നെ മൈക്ക്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബോർഡിൽ കണക്ട് ചെയ്തതിൻ്റെ വയറിൻ്റെ കളർ നോക്കിയിട്ട് വേണം നമ്മൾ ഇതിൽ കണക്ട് ചെയ്യാൻ. അതായത് ഗോൾഡ് എന്ന് വെച്ചാൽ ഗ്രൗണ്ടാണ്, ഗോൾഡ് കളറിലെ വയർ ഗ്രൗണ്ടാണ്, റെഡ് വയറിലുള്ള മൈക്കാണ്, പിന്നെ ഈ റൈറ്റ് എന്ന് പറയുന്നത് ബ്ലൂ, പിന്നെ ലെഫ്റ്റ് എന്ന് പറയുന്നത് ഗ്രീൻ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ കണക്ട് ചെയ്യണം ആ ഒരു പിന്നിലേക്ക്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ എന്ന് വെച്ചാൽ ഈ ഒരു ഇതും രണ്ട് സെയിം കണക്ഷനാണ്. അതായത് ഇവിടെ മൈക്കിൻ്റെത്, പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം എന്ന് വെച്ചാൽ ഗ്രൗണ്ടാണ്. അതായത് ഇതുമാണ് സെയിം കണക്ഷൻ. പിന്നെ ഈ ഒരു പിന്നും പിന്നുമാണ്. ഇതെന്ന് വെച്ചാൽ റൈറ്റ്, പിന്നെ ഇതും ഏറ്റവും അടിയത്തതും അത് ലെഫ്റ്റ്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ. ഓക്കെ, നമുക്ക് എല്ലാം സോൾഡർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ കണക്ട് ചെയ്യാനില്ലെന്ന് വെച്ചാൽ റെഡ് വയറാണ്, അതായത് മൈക്കാണ്. ഇനി അടുത്തതായിട്ട് സോൾഡർ ചെയ്യാനുള്ളത് ഗോൾഡാണ്, അതായത് ഗ്രൗണ്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് കണക്ട് ചെയ്യാനുള്ളത് റൈറ്റാണ്, അതായത് ബ്ലൂ വയറാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ലെഫ്റ്റ്, അതായത് ഗ്രീൻ കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ 4 വയറും കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റബ്ബർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു റബ്ബർ നല്ല രീതിയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് രീതിയിൽ തന്നെ സംഭവമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സോൾഡർ ചെയ്യുമ്പോൾ നേർങ്ങനെ വേണം സോൾഡർ ചെയ്യാൻ, അധികം തടിയായി കഴിഞ്ഞാൽ ഇത് ഇടാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ സോൾഡർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു ബോർഡ് ഇതിൽ ഫിറ്റാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പിന്നിൻ്റെ ഈ ഒരു റബ്ബറിൻ്റെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ഫ്ലെക്സ് ക്യൂക്കോ ഫെവിക്യൂക്കോ അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ പെട്ടെന്ന് ലൂസാണെങ്കിൽ ഇളകിപ്പോകാൻ ചാൻസ് ഉണ്ട്. ടൈറ്റ് ആണെങ്കിൽ വേറൊന്നും ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ നമുക്കിനി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഈ ഒരു മൈക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ റിപ്പയറിങ് കൂടെ സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞെന്ന് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ഇയർഫോണിൻ്റെ മൈക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനായിട്ട് വേറെ ഇലക്ട്രോണിക്സും കാര്യങ്ങളും അറിയണമെന്നില്ല, ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഇതിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്താൽ മതിയാവും. പിന്നെ നിങ്ങളെ ഇയർഫോണിൻ്റെ സ്പീക്കറിനൊന്നും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, മേലെ ഐക്കാർഡിലും കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതും നോക്കിയിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ മെസ്സേജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഞാൻ ഡൗട്ട് പറഞ്ഞുതരാം. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട്ട് അതിൽ ഓൾ എന്ന് പറഞ്ഞ ബട്ടണും കൂടി പ്രസ് ചെയ്താലേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കും. അപ്പോൾ നമുക്കിന്ന് ഇനി അടുത്ത വീഡിയോ കാണാം.